ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്നത് ഒരു ജോബ് വേക്കൻസിയാണ്. ഇത് IDBI ബാങ്കിലേക്കുള്ള വേക്കൻസിയാണ്. ഒട്ടേറെ ഒഴിവുകളാണ് വന്നിരിക്കുന്നത്. അപ്പം കേരളത്തിലും ഒത്തിരി ഒഴിവുകൾ വന്നിട്ടുണ്ട്. എല്ലാ ഡിസ്ട്രിക്റ്റിലേക്കുമാണ് വിളിച്ചിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ വിളിച്ചിരിക്കുന്ന വേക്കൻസി എന്ന് പറഞ്ഞാൽ ജൂനിയർ അസിസ്റ്റൻറ്റ് മാനേജർ JAM ലാണ് വിളിച്ചിരിക്കുന്നത്. വേക്കൻസി 676 വേക്കൻസി ഉണ്ട്. അൺറിസർവ്ഡ് കാൻഡിഡേറ്റ് 271. അപ്പം SC എന്ന് പറയാൻ 150, ST 74, OBC 124, EWS 67, VH 8, HH 7, OH 8, MD or ID 8 എന്നിലേക്കാണ് വേക്കൻസി വിളിച്ചിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാം. അപ്പം ഏജ് ലിമിറ്റ് പറയുന്നത് മിനിമം ഏജ് ലിമിറ്റ് 20 വയസ്സും മാക്സിമം ഏജ് ലിമിറ്റ് 25 വയസ്സ് വരെയാണ് പറഞ്ഞിരിക്കുന്നത്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ബാച്ചിലർ ഡിഗ്രി വിത്ത് മിനിമം 60% ഫോർ ജനറൽ EWS and OBC candidate of 50% for SC or ST PWBD candidates in any disciplinary for university recognized approval by the ഗവൺമെൻറ് ബോർഡ്. അപ്പം ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കാണ് അപേക്ഷിക്കുന്നത്. അപ്പം ഇതിൻ്റെ പെർസെൻറ്റേജ് ഇത്രയും മാർക്ക് വേണം കാറ്റഗറി വൈസ് പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ തന്നെ അവർ കമ്പ്യൂട്ടർ ലേണിങ്ങും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കമ്പ്യൂട്ടറിൽ നോളജ് ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ പറ്റുന്നത്. അപ്പം കൂടുതൽ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഇതിന് നല്ല സാലറി പാക്കേജാണ് അവർ പറയുന്നത്. അപ്പം ഓൾ ഇന്ത്യയാണ് വിളിക്കുന്നത്. കേരളത്തിലേക്ക് ഒഴിവുകൾ ധാരാളം വന്നിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ എക്സാമിൻ്റെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ലോജിക് റീസണിങ് ചോദിക്കുന്നുണ്ട്. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 60 ക്വസ്റ്റ്യനാണ്. മാക്സിമം മാർക്ക് 60 മാർക്ക്. പിന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് വരുന്നുണ്ട്. പിന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് വരുന്നുണ്ട്. ജനറൽ നോളജ് ക്വസ്റ്റ്യൻസും വരുന്നുണ്ട്. അപ്പം കാറ്റഗറി വൈസ് ഇങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്നത്. അപ്പം ഇത് വായിച്ച് നോക്കിയിട്ട് അപേക്ഷിക്കാൻ പറ്റുന്നവരെല്ലാവരും അപേക്ഷിക്കാൻ. നല്ലൊരു വേക്കൻസിയാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഫീസ് അപ്ലൈ ചെയ്യാനുള്ള ഫീസ് ഇച്ചിരി കൂടുതലാണ് വരുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നോക്കിയിട്ട് പറ്റുന്നവരെല്ലാവരും ഇതിൻ്റെ വെബ്സൈറ്റിൽ കയറി കെയർഫുള്ളായിട്ട് വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം അപേക്ഷിക്കുക. ഓരോ ഡീറ്റെയിൽസും കെയർഫുള്ളായി www.idbbank.in എന്ന വെബ്സൈറ്റിലാണ് ഇത് വന്നിരിക്കുന്നത്. അതിനകത്ത് കയറി നോക്കിയതിന് ശേഷം മാത്രം അപേക്ഷിക്കുക. ഇതിൻ്റെ പറഞ്ഞിരിക്കുന്ന ഫീസ് പറയുന്നത് ഓൺലൈൻ പേയ്മെൻറ്റ് ഓഫ് ഫീസ് 250 രൂപ SC ST PWD കാൻഡിഡേറ്റിനാണ്. പിന്നെ 1050 രൂപയാണ് ഫോർ ആൾ അതർ കാൻഡിഡേറ്റ്സിനും അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇത് നോക്കിയതിന് ശേഷം മാത്രം അപേക്ഷിക്കുക. ഒട്ടേറെ ഒഴിവുകളാണ് വന്നിരിക്കുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ.